Hello friends, welcome back to my English classroom. In this class, we are going to discuss about the Indian freedom movement and the press. Indian സ്വാതന്ത്ര്യ സമരവും പത്രമാധ്യമങ്ങളും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA കോംപ്ലിമെൻ്ററി പേപ്പറായ ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രസ്. ഇതിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് ദ പ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും പത്രമാധ്യമങ്ങളും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് പത്രമാധ്യമങ്ങൾ വഹിച്ച സ്വാധീനത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് ദ പ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് പത്രമാധ്യമങ്ങൾ വഹിച്ച സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. The pioneering work of Raja Ram Mohan Roy in the field of journalism in the early 19th century led to a gradual growth of newspapers, magazines and other publications in India. പത്രമാധ്യമങ്ങൾക്കിടയിൽ രാജാ റാം മോഹൻ റോയ് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ സ്വാധീനം ഇന്ത്യയിൽ ഒരുപാട് പുതിയ പത്രങ്ങളും മാസികകളും മറ്റു പ്രസിദ്ധീകരണങ്ങളും തുടങ്ങാൻ കാരണമായി. തീർച്ചയായിട്ടും ഇന്ത്യൻ പത്രമാധ്യമ രംഗത്ത് ഒരു വഴികാട്ടിയായി രാജാ റാം മോഹൻ റോയ് മാറി. ദ ബ്രൂട്ടൽ സപ്രഷൻ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857, സപ്രഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് പ്രസ് ആൻഡ് ഫൗണ്ടിംഗ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885 ആൻഡ് അതർ സിറ്റിസൺസ് അസോസിയേഷൻസ് were shaping Indian public opinion against the British. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരാവാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1857 കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ രീതിയാണ്. സപ്രഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് പ്രസ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണലിസ്റ്റ് പ്രസ്സിനെ, സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രവർത്തിച്ച ഇന്ത്യൻ പത്രമാധ്യമങ്ങളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ജനങ്ങളുടെ ഒരുപാട് കൂട്ടായ്മകളും രൂപപ്പെട്ടു. ഇതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അഭിപ്രായം വർദ്ധിക്കാൻ, ഇന്ത്യൻ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചവയാണ്. അതിലാദ്യത്തേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പത്രമാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം നോക്കാം. The Indian National Congress was founded by Alan Octavian Hume in 1885, which was in subsequent years responsible for freeing the country from British imperialism. 1885 ബ്രിട്ടീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതും വരും വർഷങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നയിക്കാൻ സാധിച്ചതും. The first session of the Indian National Congress in Bombay was attended by founders and editors of the leading newspapers. പത്രമാധ്യമ രംഗത്ത് നിന്ന് ആ ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇതിലെ ആദ്യ സമ്മേളനത്തിൽ, ബോംബെയിൽ നടന്ന ഇതിലെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മിക്കവരും ഒന്നെങ്കിൽ ഫൗണ്ടേഴ്സോ എഡിറ്റേഴ്സോ ആയിരുന്നു പലവിധ പത്രങ്ങളുടെ. അത് പത്രങ്ങൾ രൂപീകരിച്ചവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പത്രാധിപർ, എഡിറ്റേഴ്സും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് രൂപീകരണ സമയത്ത് പങ്കെടുത്തവർ തന്നെ ഒരു വലിയ ഭൂരിപക്ഷം പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവരായിരുന്നു. തീർച്ചയായിട്ടും അത് അവരുടെ സമരമുഖങ്ങളിൽ വലിയ സ്വാധീനമായി മാറി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം. ഈ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യൻ പത്രമാധ്യമങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വേൾഡ് വാർ 1 ആൻഡ് ദ പ്രസ് ഇൻ ഇന്ത്യ. ഒന്നാം ലോക മഹായുദ്ധവും ഇന്ത്യൻ പത്രമാധ്യമങ്ങളും. 3 days after the declaration of the war, an order was issued by the government of India. യുദ്ധം പ്രഖ്യാപിച്ച് 3-ാം നാൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പുതിയ നിയമം പാസാക്കി. ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ പ്രസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായിട്ട്. ആൻഡ് കൺട്രോളിംഗ് ദ പബ്ലിക്കേഷൻ ഓഫ് നേവൽ ആൻഡ് മിലിറ്ററി ന്യൂസ്. അതിൽ പ്രധാനമായിട്ടും നേവൽ, മിലിറ്ററി വാർത്തകളിൽ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. The Anglo-Indian press opined that nationalist activities should give way to the necessities created by the war.
ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രസ്സുകൾ ആ കാലത്ത് ബ്രിട്ടീഷുകാരുടേതായിട്ട് ഇറങ്ങിയ പത്രങ്ങളിൽ കൂടുതലുമായിട്ട് വന്ന വാർത്തകൾ ഈ ഒരു അവസ്ഥയിൽ, ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിക്കണമെന്നും ഈ യുദ്ധത്തിനു വേണ്ടി രാജ്യത്തിൽ ഓരോരുത്തരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കണമെന്നുമാണ്. But the Indian nationalist press pleaded that British government should accord to Indians the rights and liberties for which the Allies were fighting in Europe. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി കൂടുതൽ ബന്ധപ്പെട്ട പത്രങ്ങൾ അക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ സമര പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷ് സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങൾ എല്ലാം നിർത്തി യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നും യുദ്ധത്തിൽ ബ്രിട്ടൻ്റെ കൂടെ നിൽക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പത്രമാധ്യമങ്ങൾ, ആ കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പത്രമാധ്യമങ്ങൾ അതിനെ എതിർക്കുകയും ഇന്ത്യയിലെ ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിർബന്ധമായും തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ പത്രമാധ്യമ രംഗത്ത് ഒരുപാട് മഹാരഥന്മാർ കത്തിജ്വലിച്ച് നിന്നിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയോളം തിളക്കം ആർക്കുമുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ പത്രമാധ്യമ രംഗത്തും ഗാന്ധിജിയുടെ കടന്നുവരവ് ഒരു വലിയ ഉത്തേജനമാണ് സൃഷ്ടിച്ചത്. ഗാന്ധിയുടെ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എമർജൻസ് ഓഫ് ഗാന്ധി. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്കും പത്രമാധ്യമ രംഗത്തേക്കുമുള്ള ഗാന്ധിജിയുടെ കടന്നുവരവ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എമർജ്ഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലീഡർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ദ പോസ്റ്റ് വാർ പീരിയഡ്. ഒന്നാം ലോക യുദ്ധാനന്തര ലോകത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിലെ നേതാവായി മാറി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. ഹി എഡിറ്റഡ് 3 publications, namely യങ് ഇന്ത്യ, ഹരിജൻ ആൻഡ് നവജീവൻ. സ്വാതന്ത്ര്യ സമരം നയിക്കുന്നതോടൊപ്പം തന്നെ പത്രമാധ്യമ രംഗത്തും ഗാന്ധിജി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയ 3 പ്രസിദ്ധീകരണങ്ങളാണ് യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ തുടങ്ങിയവ. Through these journals, Gandhi guided the national movement and propagated his ideas of non-violence and satyagraha. സമര പോരാട്ടത്തിനുള്ള ഒരു ആയുധം തന്നെയായിരുന്നു ഗാന്ധിജിക്ക് പത്രങ്ങൾ. ഈ പത്രങ്ങളിലൂടെ തന്നെയാണ് സമര പോരാട്ടങ്ങൾ ഗാന്ധിജി നയിച്ചതും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശയങ്ങളായ അഹിംസയും സത്യാഗ്രഹവും ജനങ്ങളിലേക്ക് എത്തിച്ചതും. The government of India issued the Indian Press Ordinance of 1930 in order to control the press. 1930 ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ പ്രസ് ഓർഡിനൻസ് പാസ്സാക്കുന്നത്. This ordinance was passed specifically to prevent the nationalist press from covering Gandhi's historic Dandi March in 1930. ഈ പ്രസ് ഓർഡിനൻസിൻ്റെ പ്രധാന ലക്ഷ്യം 1930 ഗാന്ധിജി തൻ്റെ ദണ്ഡി യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഒരു പത്രങ്ങളും വാർത്തയാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇന്ത്യൻ പ്രസ് ഓർഡിനൻസിൽ പറഞ്ഞിരുന്നത്. Newspapers were asked to deposit huge securities whenever the authorities made a demand. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വലിയ തുകകൾ പത്രമാധ്യമങ്ങൾ അടയ്ക്കണം എന്ന നിയമങ്ങളും പല കാലങ്ങളിലായി ഇറക്കുകയുണ്ടായി. ഏത് വിധേനയും പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നയിച്ച സമീപനം. Several more English and regional newspapers began in various parts of the country declaring support to the national movement. ബ്രിട്ടീഷുകാർ വളരെ വലിയ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയിൽ പത്രമാധ്യമങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശക്തിയേകിക്കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും പത്രങ്ങൾ ആരംഭിച്ചുകൊണ്ടേയിരുന്നു. ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഫ്രീ പ്രസ് ജേർണൽ, ദ ഡോൺ, ഹിന്ദുസ്ഥാൻ, ബ്ലിറ്റ്സ്, നാഷണൽ ഹെറാൾഡ്, മാതൃഭൂമി etc. aroused national consciousness in the length and breadth of the country. ഇന്ത്യൻ സമര പോരാട്ടങ്ങൾക്ക് ശക്തിയേകിയ പത്രങ്ങളാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഫ്രീ പ്രസ് ജേർണൽ, ദ ഡോൺ, ഹിന്ദുസ്ഥാൻ, ബ്ലിറ്റ്സ്, നാഷണൽ ഹെറാൾഡ്, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് സമര പോരാട്ടങ്ങളെ എത്തിക്കാൻ ഈ പത്രങ്ങളെല്ലാം അഹോരാത്രം പരിശ്രമിച്ചു.
ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പത്രമാധ്യമങ്ങൾ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് നോക്കാം. The British authorities made every effort to control and muzzle the nationalist press during the Quit India movement launched by the Indian National Congress in 1942. 1942 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും ബ്രിട്ടീഷ് അധികാരികൾ ഇന്ത്യൻ പത്രങ്ങളുടെ കൺട്രോൾ ഏറ്റെടുക്കാനും അവരുടെ വായ മൂടിക്കെട്ടുവാനുമാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. Gandhiji suspended the publication of Harijan and other weeklies on account of pre-censorship imposed by the government. ഗാന്ധിജിക്ക് പോലും തൻ്റെ പത്രമായ ഹരിജൻ ഇക്കാലത്ത് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ പ്രീ സെൻസർഷിപ്പാണ്. വാർത്ത കൊടുക്കാൻ പോകുന്നത് എന്താണോ അത് നേരത്തെ അധികാരികളെ അറിയിക്കുന്ന രീതിയാണ് പ്രീ സെൻസർഷിപ്പ്. വാർത്ത കൊടുക്കുന്നതിന് മുൻപ് അധികാരികളെ കാണിച്ചിരിക്കണമെന്ന നിയമം. ഈ നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹരിജൻ എന്ന തൻ്റെ പ്രസിദ്ധീകരണം പോലും ഗാന്ധിജി ഈ കാലത്ത് താൽക്കാലികമായി അവസാനിപ്പിച്ചു. നാഷണൽ ഹെറാൾഡ് വാസ് ക്ലോസ്ഡ് ഡൗൺ ഇൻ ഓഗസ്റ്റ് 1942 ആൻഡ് ഇറ്റ് കുഡ് റെസ്യൂം പബ്ലിക്കേഷൻ ഓൺലി ഇൻ 1945. ബ്രിട്ടീഷുകാരുടെ ഈ ബുദ്ധിമുട്ടേറിയ നിയമങ്ങൾ കാരണം 1942 ഓഗസ്റ്റിൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 1945 മാത്രമാണ് ഈ പത്രത്തിന് പ്രസിദ്ധീകരണം ആരംഭിക്കാനായത്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഈ കാലത്ത് പത്രമാധ്യമ രംഗത്തുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ട്രാൻസിഷൻ ടു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ കാലത്തുള്ള മാറ്റം. ബ്രിട്ടീഷ് ഓൺഡ് ന്യൂസ് പേപ്പേഴ്സ് ബിഗാൻ ടു ചേഞ്ച് ഓണർഷിപ്പ് ഇൻ ടു ഇന്ത്യൻ ഹാൻഡ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ മുതലാളിമാരായിരുന്ന പത്രങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് അവർ കൈമാറി. ലൈക്ക് ദ ഓണേഴ്സ് ഓഫ് മെനി പ്ലാന്റേഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, the British proprietors of newspapers decide to sell their shares and repatriate the proceeds to their homeland. ആ കാലത്ത് പ്ലാന്റേഷനുകളിലും മറ്റ് വ്യവസായശാലകളിലുമെല്ലാം ചെയ്ത പോലെ തന്നെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സ്വത്തുക്കളോ അല്ലെങ്കിൽ ഷെയറുകളോ ഇന്ത്യയിലെ ആളുകൾക്ക് വിൽക്കുകയും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ദ ടൈംസ് ഓഫ് ഇന്ത്യ വാസ് സോൾഡ് ടു രാമകൃഷ്ണ ഡാൽമിയ. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കൈമാറ്റമാണ് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് രാമകൃഷ്ണ ഡാൽമിയ ദ ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങുന്നത്. അതുപോലെ മറ്റൊന്നാണ് ദ സ്റ്റേറ്റ്സ്മാൻ കെയിം അണ്ടർ ദ ടാറ്റാസ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ അധീനതയിലാകുന്നു ദ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന പത്രം. ഇത്തരത്തിൽ ബ്രിട്ടീഷ് മുതലാളിമാർ തങ്ങളുടെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് കൈമാറി അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നു. The saga of the Indian freedom movement is almost synonymous with the history of Indian press. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും അതുപോലെ ഇന്ത്യൻ പത്രമാധ്യമ ചരിത്രവും ഒരേ ഒഴുക്കിൽ ഒരു കാലഘട്ടത്തിൽ നീങ്ങിയവരാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. National consciousness was aroused, sustained and promoted by newspapers and periodicals. സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രവർത്തിച്ച പത്രങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളുമാണ് ആ ദേശീയത എന്ന അവബോധത്തെ ജനങ്ങളിൽ ഉയർത്താനും അതുപോലെ അത് നിലനിർത്താനും അത് മറ്റുള്ളവരിലേക്ക് പകർത്തുവാനും സഹായിച്ചത്. The Indian press played a valiant role in the struggle for freedom. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വലിയ ധീരമായ കാൽവയ്പ്പാണ് ഇന്ത്യൻ പത്രമാധ്യമങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടെയാണ് ഇന്ത്യൻ പത്രമാധ്യമങ്ങളുടെ ചരിത്രവും മുന്നോട്ട് പോകുന്നത്. സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ പത്രമാധ്യമ രംഗത്തും തൻ്റെ നേതൃപാടവം കാണിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് നമ്മൾ പഠിച്ചു. മഹാത്മാഗാന്ധിയുടെ പത്രമാധ്യമ രംഗത്തുള്ള സംഭാവനകളെക്കുറിച്ചാണ് നമ്മൾ അവസാനമായി ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. റോൾ ഓഫ് മഹാത്മാഗാന്ധി ആസ് എ ജേർണലിസ്റ്റ്. ഒരു പത്രാധിപർ എന്ന നിലയിൽ മഹാത്മാഗാന്ധി നൽകിയ സംഭാവനകൾ. Along with the active leadership in the freedom struggle, Gandhi was also a great journalist and promoter of newspapers. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ ഗാന്ധിജി മികച്ച ഒരു പത്രാധിപരും പത്രങ്ങളെ സഹായിക്കുന്ന വ്യക്തിയുമായിരുന്നു. Indian Opinion was a weekly published in 4 languages, namely English, Gujarati, Tamil and Hindi during 1903 to 1915 in South Africa.
ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്ന കാലഘട്ടത്ത് 1903 മുതൽ 1915 വരെ പ്രസിദ്ധീകരിച്ച വീക്ക്ലി ആയിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ. ഇംഗ്ലീഷ്, ഗുജറാത്തി, തമിഴ്, ഹിന്ദി തുടങ്ങിയ 4 ഭാഷകളിലാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന ഈ വീക്ക്ലി ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജി റിട്ടേൺഡ് ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് ബിഗാൻ ഹിസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. അതിനുശേഷം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തുകയും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു. He was the editor of Young India 1919 to 1931 and Harijan 1933 to 1942 and 1946 to January 1948. ഇന്ത്യയിലെത്തിയതിനു ശേഷം 1919 മുതൽ 1931 വരെ യങ് ഇന്ത്യ എന്ന പത്രമാണ് ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചു. 1933 മുതൽ 42 വരെ ആദ്യകാലത്തും പിന്നീട് ബ്രിട്ടീഷുകാരുടെ പല പ്രശ്നങ്ങൾ കാരണം നിർത്തിവെക്കുകയും 46 മുതൽ ജനുവരി 48 വരെ മരണം വരെ പ്രസിദ്ധീകരണം തുടരുകയും ചെയ്തു. Conflicting and exaggerated reports of riots and fearful predictions of communal outbursts flashed by newspapers prior to independence elicited a rebuke from Gandhiji. അക്കാലത്ത് പത്രങ്ങൾ കൊണ്ടു നടന്നിരുന്ന പല പ്രവണതകളെയും ഗാന്ധിജി ശക്തമായി എതിർത്തു. അക്രമങ്ങളെക്കുറിച്ചുള്ള പരസ്പര വിരുദ്ധമായതും അതിശയോക്തി കലർന്നതുമായ വാർത്തകളും വർഗീയ കലാപങ്ങളെ പ്രവചിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന വാർത്തകളെയും ഗാന്ധിജി നഖശിഖാന്തം എതിർത്തു. His newspapers were subjected to stoppages and revival according to the political situations. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പത്രപ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നിരുന്നു. പല നേരങ്ങളിലും തൻ്റെ പത്രപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട അവസ്ഥകളും വന്നു. എന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവാൻ ഗാന്ധിജിക്കായി. എമംഗ് ദ പബ്ലിക്കേഷൻസ് ഓഫ് ഗാന്ധി, ഹരിജൻ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഹരിജനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം. ഇറ്റ് വാസ് സ്റ്റോപ്ഡ് ഇൻ 1942 ആൻഡ് വാസ് റെസ്യൂംഡ് ഇൻ 1946. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 42 ഇതിന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരികയും പിന്നീട് 46 തുടരുകയും ചെയ്തു. ഇറ്റ് സീസ്ഡ് പബ്ലിക്കേഷൻ ഇൻ 1949. ഗാന്ധിജിയുടെ മരണശേഷം 1949 പിന്നീട് ഇത് അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്. ജേർണലിസം വാസ് എ നോബിൾ പ്രൊഫഷൻ ഫോർ ഗാന്ധി. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ജോലികളിലൊന്നാണ് പത്രപ്രവർത്തനം. അക്കോർഡിംഗ് ടു ഹിം, എ ന്യൂസ് പേപ്പർ ഹാഡ് 3 ഒബ്ജക്റ്റീവ്സ് ടു സെർവ് ഇൻ എ സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പത്രമാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. The first objective is to understand the popular feelings and give expression to them. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളെ അറിയുക, അത് മറ്റ് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ദ പോപ്പുലർ ഫീലിങ്സ്, ജനങ്ങളുടെ മനസ്സിനെ അറിയുക. ആൻഡ് ഗീവ് എക്സ്പ്രഷൻസ് ടു ദം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ദ സെക്കൻഡ് ഈസ് ടു അറൗസ് എമംഗ് ദ പീപ്പിൾ സെർട്ടൈൻ ഡിസൈറബിൾ സെൻറ്റിമെൻറ്റ്സ്. രണ്ടാമതായി പത്രമാധ്യമങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ഉണ്ടാവേണ്ട കുറേ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത്തരം വിശ്വാസങ്ങൾ, അത്തരം ഇഷ്ടങ്ങൾ, അത്തരം സെൻറ്റിമെൻറ്റ്സുകൾ ജനങ്ങളിൽ വളർത്തുക എന്നുള്ളതാണ്. ദ തേർഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഫിയർലെസ്ലി എക്സ്പോസ് പോപ്പുലർ ഡിഫക്ട്സ്. മൂന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പേടിയുമില്ലാതെ ജനങ്ങളുടെ തെറ്റുകളെ തുറന്നു പറയുക എന്നുള്ളതാണ്. എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ജനങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സധൈര്യം അത് തുറന്നു പറയുക എന്നുള്ളതാണ് മൂന്നാമത് പത്രങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ഹിസ് ന്യൂസ് പേപ്പേഴ്സ് ക്യാരിഡ് നോ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് സോൾലി ഓൺ സബ്സ്ക്രിപ്ഷൻ ഫ്രം റീഡേഴ്സ്. അദ്ദേഹം തൻ്റെ പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകിയിരുന്നില്ല. വരിക്കാർ വാങ്ങുന്ന വരിസംഖ്യയിൽ നിന്ന് മാത്രമാണ് അതിൽ വരുമാനം ഗാന്ധിജിക്ക് കിട്ടിയിരുന്നത്. ഗാന്ധി വാസ് എ ഗ്രേറ്റ് ഫോഴ്സ് ടു ബി റെക്കൺഡ് വിത്ത് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പ്രേരക ശക്തിയായി കണക്കാക്കാവുന്ന മഹത് വ്യക്തിത്വമാണ് മഹാത്മാ ഗാന്ധി. The noble objectives upheld by him in journalism are a model for media professionals and institutions. മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച്, പത്രപ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം ഉയർത്തിയ മൂല്യങ്ങളെല്ലാം ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ സ്ഥാപനത്തിനും കൃത്യമായി മനസ്സിലാക്കാവുന്ന മാതൃകകളാണ്. നാം ഓരോരുത്തരും പുലർത്തിപ്പോരേണ്ട രീതികളാണ്. ഗാന്ധിജി വാസ് certainly an editor with a difference.
തീർച്ചയായിട്ടും വ്യത്യസ്തനായ ഒരു പത്രാധിപരായിരുന്നു മഹാത്മാഗാന്ധി. നാം ഓരോരുത്തരും എങ്ങനെയാണ് പത്രപ്രവർത്തനം നടത്തേണ്ടത് എന്നതിന് ഉത്തമ മാതൃകയായിരുന്നു മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും പത്രമാധ്യമങ്ങളും എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ പത്രമാധ്യമ രംഗത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.